Yo, hello guys, it's me Akib and you're watching Mallu's Talker. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. അതായത് നമ്മുടെ വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി കുറെ സെറ്റിംഗ്സ് ഉണ്ട്. വൈഫൈ കോളിംഗ് അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ ഇതുവരെ നമ്മുടെ ഫോണിൽ കാണാത്ത കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. സാധാരണ ഉള്ള ഫീച്ചേഴ്സിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് തപ്പി കണ്ടുപിടിക്കാൻ പറ്റാത്തതല്ല, വേറെ പുതിയതായിട്ട് നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഓൺ ദി സ്പോട്ട് എനേബിൾ ചെയ്ത് പുതിയ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരും. ആദ്യം എന്റെ സെറ്റിംഗ്സ് മൊത്തം അരിച്ചു പറക്കി ഞാൻ നോക്കിയിട്ട് കാണാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു പരിപാടിയുള്ളൂ. ഡെവലപ്പർ ഓപ്ഷൻസ് എന്നാണ് ഫീച്ചേഴ്സിന്റെ പേര്. നേരത്തെ ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്തിട്ടേക്കുന്നവർ വീഡിയോ കാണണ്ട, നേരെ സ്കിപ്പ് അടിച്ച് പോകുമ്പോ പല സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതൊക്കെ എനേബിൾ ചെയ്യണം എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോണേ. അടിപൊളി വീഡിയോ ആണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ പുതിയ സാധനങ്ങൾ അൺലോക്ക് ചെയ്ത് ഇത് ചെയ്യണത്. അപ്പൊ ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് അഥവാ ഡെവലപ്പർ ഓപ്ഷൻസ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിനിപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഷട്ടറിൽ നിന്നാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഫോണിലും എന്തായാലും എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടാവും. ആ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഫീച്ചർ ഓപ്പൺ ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു റെഡ്മി ഫോണാണ്, അതായത് ഷവോമിയുടെ ഒരു ഫോണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. MI Y2 ആണത്. അതിൽ MI UI വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുമേ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 7 ടൈംസ് ക്ലിക്ക് ചെയ്താലാണ് നമ്മളിപ്പോൾ ഡെവലപ്പർ ആവുള്ളൂ. ഇപ്പോൾ 1 സ്റ്റെപ്പ് അവേ ഫ്രം അവർ ഡെവലപ്പർ, ഇപ്പോൾ യു ആർ നൗ എ ഡെവലപ്പർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ. ഈ സിമ്പിൾ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ആയിട്ടുണ്ട്. ആ ഉള്ള കുറേ ഓപ്ഷൻസ് നമുക്കിപ്പോൾ എനേബിൾ ആയിട്ട് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷവോമിയുടെ ഫോൺ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ MI UI വേർഷൻ ആൻഡ്രോയിഡ് വേർഷനിൽ ക്ലിക്ക് ചെയ്യരുത്. ആൻഡ്രോയിഡ് വേർഷൻ വേറെയാണ്. സെക്യൂരിറ്റി പാച്ച് ലെവലിലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. MI UI വേർഷൻ അല്ലെങ്കിൽ കേർണൽ വേർഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, MI UI വേർഷൻ അല്ലെങ്കിൽ കേർണൽ വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതുമേ 7 ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻസ് അഥവാ ഡെവലപ്പർ ഫീച്ചേഴ്സ് എനേബിൾ ആയിട്ടുണ്ടാവും. ഈ ഡെവലപ്പർ ഓപ്ഷൻസ് അഥവാ ഡെവലപ്പർ ഫീച്ചേഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഫോൺ കൂടുതൽ ആക്സസിബിലിറ്റി, അതായത് ഇപ്പോൾ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് ഫോണിൽ വേണ്ടിയിട്ട് ഒരു പുതിയ ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ടെക്കീസ് നമ്മുടെ ഈ ഹാക്കിങ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻസ് പറഞ്ഞ സംഭവം ഇത് ചെയ്തേക്കുന്നത്. അതായത് ഫോണിൻ്റെ യൂസേജ് വേറെ എക്സ്ട്രാ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്കത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ബൂട്ട് ലോഡറൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ള മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോ മോഡാണ്. ഈ ഡെമോ മോഡാണ് മിക്ക യൂട്യൂബേഴ്സിനും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം എൻ്റെ ഒറിജിനൽ ടൈമും ഒറിജിനൽ ചാർജും, ഞാൻ എങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, എന്തൊക്കെ വെച്ചാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, ടൈം ഞാൻ നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് മേലുള്ള സ്റ്റാറ്റസ് ബാർ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഞാൻ ഡെമോ മോഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഡെമോ മോഡ് ഓൺ ചെയ്തു. ഡെമോ മോഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ചാർജ് സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ ഫോൺ ഫുൾ റേഞ്ചിലുണ്ട്. ഏത് സിമ്മാന്ന് കാണിക്കുന്നില്ല. വൈഫൈ ഫുൾ റേഞ്ചാണ്. സമയവും വേറെ സമയമാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേക്ക് ടൈമും ഫേക്ക് ഇതും കൊടുത്തിട്ട് നമ്മുടെ ഒറിജിനൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ഒരു പുതിയ ഫോണിൽ നമ്മളിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഫോണിൻ്റെ മേലുള്ള സ്റ്റാറ്റസ് ബാർ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെമോ മോഡ് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെമോ മോഡിന് തന്നെയാണ്. ഇതിപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻസ് ഫീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായത് കാരണമാണ് ഞാനിപ്പോൾ ഡെമോ മോഡ് ഓൺ ചെയ്യാൻ. ഓക്കെ, USB ഡീബഗ്ഗിങ്, മോക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ പല സ്ഥലത്തായിട്ട് മോക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഇന്ത്യ മീൻസ് കേരളത്തിലാണ് കണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളടുത്ത കർണാടകയിൽ വേണമെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കാണിക്കാൻ കഴിയും. അങ്ങനെ ഇഷ്ടമുള്ള ഫീച്ചറൊക്കെ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. വയർലെസ് ഡിസ്പ്ലേ സർട്ടിഫിക്കേഷൻ, അപ്പോൾ ഓരോത്തിൻ്റെ വൈഫൈ പർപ്പസ് ലോക്കിങ്, അതായത് ഇപ്പോൾ നമ്മുടെ ഹാക്കിങ്ങും SSID അത് ഉള്ള സംഭവമൊക്കെ
തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതുവഴി പാസ്വേഡ് ഇല്ലാതെ തന്നെ വൈഫൈയിൽ കയറാനുള്ള സംഭവമൊക്കെയാണ് വെർബസ് ലോഗിങ് ഒക്കെ. ഓക്കെ, ടെത്തറിങ്, ഹാർഡ്വെയർ ആക്സിലറേഷൻ, അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സും ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ. പിന്നെ വേറെ ഒരു ഏറ്റവും നല്ല ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വിൻഡോയിൻ്റെ ആനിമേഷൻ സ്കെയിൽ. ഇപ്പോൾ ആനിമേഷൻ ഓഫ് ചെയ്തിടാം. ഞാൻ ആദ്യം ആനിമേഷൻ സ്കെയിൽ കുറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ ആനിമേഷൻ സ്കെയിൽ ഇപ്പോൾ ഇത് കുറച്ചിട്ടേക്കാണ്. ഇപ്പോൾ ഹോമിലേക്ക് വന്ന സ്പീഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ആനിമേഷൻ സ്കെയിൽ കൂട്ടി ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ വിൻഡോ വരുന്ന സ്പീഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, റെഗുലർ സ്പീഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ റെഗുലർ സ്പീഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഇനി ആനിമേഷൻ സ്കെയിൽ 0.5 ആക്കിയിട്ട് കഴിഞ്ഞിട്ടുള്ള സ്പീഡ് ഞാൻ കാണിച്ചു തരാം. കണ്ട, സ്പീഡ് നല്ല പക്ക സ്പീഡായിട്ടാണ് വരുന്നതെല്ലാം. ഓക്കെ, നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എക്സെൻഡർ ആയാലും എല്ലാം ഓപ്പൺ ആക്കുന്ന സ്പീഡ് നല്ല പക്ക സ്പീഡിലാണ് വരുന്നത്. ഇനിയിപ്പോൾ ആനിമേഷൻ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, സ്പോട്ടിൽ നമ്മൾ ഇപ്പറേക്ക് വന്നു. അതുപോലെ എക്സെൻഡർ ക്ലിക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ട് എക്സെൻഡർ ഓപ്പൺ ആയി. ഇപ്പോൾ എന്ത് ചെയ്താലും ഓക്കെ, നല്ല സ്പീഡായിട്ടാണ്, പക്ക സ്പീഡിലായിരിക്കും നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ 75 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഫോൺ പോലെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ ആനിമേഷൻ സ്കെയിൽ 1x തന്നെ ഇടിയാണ്. ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് വേണ്ട, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഡെവലപ്പർ ഓപ്ഷൻസ് കളയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്പർ ഓപ്ഷൻസിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ കാണാൻ കഴിയും, സ്ലൈഡർ. ആ സ്ലൈഡർ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെവലപ്പർ ഓപ്ഷൻസ് മൊത്തം ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി ഒരു ബാക്ക് അടിച്ച് വീണ്ടും അഡീഷണൽ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻസ് കാണാൻ കഴിയില്ല, ഡെവലപ്പർ ഓപ്ഷൻസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ എനേബിൾ ചെയ്യാം, അതിങ്ങനെ ഡിസേബിൾ ചെയ്ത് നമ്മുടെ ഫോണിൽ നിന്ന് കളയാമെന്നുള്ള 2 ട്രിക്സും ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.